അതെ, ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്? ജോസേ, 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? ചൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല, എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറി കൂടെ വാങ്ങിക്കളയാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ള പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. ജോസേ, ഞാനിപ്പോ വരാട്ടോ. സാർ, $20, $22, $23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി. എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ₹100 കുറവാണ്. എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ വാങ്ങിയെന്നല്ലേ? ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില വാങ്ങിക്കണം. ഈ കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതോടെ വെച്ചോ. അല്ല, ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞ. അത് തന്നെ ഞാനും പറയണേ. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം. ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2-3 മാറും. പോട്ടെന്നേ. കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം, അല്ലേ?